അമേരിക്കയുമായി ആണവ കരാർ ചർച്ചകൾ നടക്കവേ നിലപാട് വ്യക്തമാക്കി ഇറാൻ. ടെഹ്റാൻ ആണവ സമ്പുഷ്ടീകരണം ഉപേക്ഷിക്കുകയോ അമേരിക്കയുടെ സൈനിക സമ്മർദ്ദത്തിന് വഴങ്ങുകയോ ചെയ്യില്ലെന്നവർ വ്യക്തമാക്കി. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ഷിയാണ് ഇക്കാര്യത്തിൽ പ്രസ്താവന നടത്തിയത്. മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയുടെ അർമാഡ എത്തിയതിനെയും അദ്ദേഹം തള്ളി. മേഖലയിൽ അവരുടെ സൈനിക വിന്യാസം ഞങ്ങളെ ഭയപ്പെടുത്തുന്നില്ല, അമേരിക്കയെ തങ്ങൾ വിശ്വാസത്തിലെടുക്കുന്നില്ലെന്നും അരാക്ഷി വ്യക്തമാക്കി. ആണവ കരാറിൽ അമേരിക്കയുടെ നീക്കം ആത്മാർത്ഥവും പ്രതിജ്ഞാബദ്ധമാണോ എന്നതിൽ അദ്ദേഹം സംശയം രേഖപ്പെടുത്തി. ഇറാൻ ആണവ സമ്പുഷ്ടീകരണത്തിൽ നിന്നും പിന്മാറുമോ എന്ന ചോദ്യവും അരാക്ഷി തള്ളി. ഇത് ഇറാന്റെ പരമാധികാര കാര്യമാണെന്ന് മന്ത്രി പറഞ്ഞു. ഞങ്ങൾ എന്തിനാണ് സമ്പുഷ്ടീകരണത്തിന് ഇത്ര നിർബന്ധം പിടിക്കുന്നത്? ഒരു യുദ്ധം ഞങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചാലും അത് ഉപേക്ഷിക്കാത്തത് എന്തുകൊണ്ടാണ്? കാരണം ഞങ്ങളുടെ പെരുമാറ്റത്തെ നിയന്ത്രിക്കാൻ ആർക്കും അവകാശമില്ല എന്നാണ് അരാക്ഷി വ്യക്തമാക്കിയത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഇറാനും അമേരിക്കയും തമ്മിൽ ആണവ വിഷയത്തിൽ ഒമാനിൽ വെച്ച് ചർച്ചകൾ ആരംഭിച്ചത്. അമേരിക്ക ഏർപ്പെടുത്തിയ സാമ്പത്തിക ഉപരോധത്തിൽ നിന്നും പുറത്തുവരുന്നതിനാണ് ഇറാൻ ആണവ നിർവ്യാപന ചർച്ചയ്ക്ക് തയ്യാറായത്. എന്നാൽ ചർച്ചയ്ക്ക് അമേരിക്ക തയ്യാറായിരുന്നോ എന്നതിൽ സംശയമുണ്ടെന്നാണ് അബ്ബാസ് അരാക്ഷി കഴിഞ്ഞ ദിവസം അറിയിച്ചത്. അവർ തങ്ങളുടെ ആറ്റം ബോംബിനെ കുറിച്ച് ഭയക്കുന്നു, എന്നാൽ ഞങ്ങൾ അത്തരമൊന്നും നോക്കുന്നേയില്ല. ലോകശക്തിയോടില്ല എന്ന് പറയുന്നതിനുള്ള ശക്തിയാണ് ഞങ്ങളുടെ ആറ്റം ബോംബെന്നും അരാക്ഷി വ്യക്തമാക്കുന്നു. അതിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തും. ഇറാനുമായുള്ള ചർച്ച കൂടിക്കാഴ്ചയിൽ സംസാര വിഷയമാകും. ഇറാനും USഉം ഒമാനിൽ ചർച്ച നടത്തിയതിന് പിന്നാലെയാണ് നെതന്യാഹു ട്രംപ് കൂടിക്കാഴ്ച. ബുധനാഴ്ച വാഷിംഗ്ടണിലാണ് ഇരുവരും കാണുന്നത്. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിക്ക് പരിധി ഏർപ്പെടുത്തണമെന്നും പ്രാദേശിക സായുധ സംഘങ്ങൾക്ക് നൽകുന്ന ആയുധ സഹായം അവസാനിപ്പിക്കണമെന്നുമാണ് നെതന്യാഹുവിന്റെ ആവശ്യം. USുമായുള്ള ചർച്ചയിൽ ആണവ പ്രശ്നം മാത്രമേ സംസാരിക്കുന്നുള്ളൂ എന്നാണ് ഇറാന്റെ നിലപാട്. മികച്ച രീതിയിൽ അവസാനിച്ച ആദ്യഘട്ടത്തിന്റെ തുടർ ചർച്ചകൾ വരുന്ന ആഴ്ചയിലും ഉണ്ടാകുമെന്നാണ് ട്രംപ് പറഞ്ഞത്. യുറേനിയം സമ്പുഷ്ടീകരണത്തെപ്പറ്റി ചർച്ച ചെയ്യാൻ സാധിക്കില്ലെന്നാണ് ഇറാൻ നിലപാട്. ആണവ സമ്പുഷ്ടീകരണം അഭിവാജ്യമായ അവകാശമാണെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രി പറയുന്നു. ബാലിസ്റ്റിക് മിസൈലുകളെക്കുറിച്ചും പ്രോക്സികളെക്കുറിച്ചും ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്നും അബ്ബാസ് അരാക്ഷി അൽ ജസീറയോട് പറഞ്ഞു. US ഉപരോധങ്ങൾ നീക്കുന്നതിന് പകരം തങ്ങളുടെ ആണവ പദ്ധതി ആയുധമാക്കുന്നില്ലെന്ന് ഉറപ്പാക്കാൻ നിരീക്ഷണവും പരിശോധനകളും അനുവദിക്കാമെന്നാണ് ഇറാൻ വാഗ്ദാനം. എന്നാൽ ആണവായുധം വികസിപ്പിക്കുന്നതിനുള്ള സാധ്യത മുന്നിൽ കണ്ട യുറേനിയം സമ്പുഷ്ടീകരണം തുടരാൻ ഇറാനെ അനുവദിക്കാനാകില്ലെന്ന് USഉം നിലപാടെടുത്തു. മേഖലയിൽ US നാവികസേനയുടെ കപ്പൽപ്പട എത്തിയതിന് പിന്നാലെ ഇറാനെ ആക്രമിക്കുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസത്തെ അഭിമുഖത്തിലും ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാൻ പ്രതികരിച്ചു. മധ്യേഷ്യയിൽ നിലയുറപ്പിച്ച US സൈന്യം ആക്രമിച്ചാൽ മേഖലയിലെ അവരുടെ താവളങ്ങൾ ആക്രമിക്കുമെന്നാണ് അരാക്ഷി പറഞ്ഞത്. അമേരിക്കൻ മണ്ണിനെ ആക്രമിക്കാൻ കഴിയില്ല, പകരം മേഖലയിലെ അവരുടെ താവളങ്ങൾ ലക്ഷ്യമിടുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. US താവളങ്ങൾ ആക്രമിക്കുന്നത് അയൽ രാജ്യങ്ങളെ ആക്രമിക്കലല്ലെന്നും രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെന്നും ഇറാൻ വ്യക്തമാക്കി. ഡിസംബർ അവസാനത്തിൽ സാമ്പത്തിക പരാതികൾ മൂലമുണ്ടായ സർക്കാർ വിരുദ്ധ പ്രതിഷേധങ്ങൾക്കെതിരെ ഇറാൻ ഭരണകൂടം നടത്തിയ അടിച്ചമർത്തലിനെ തുടർന്നാണ് പുതിയ സംഭവ വികാസങ്ങൾ രൂപപ്പെട്ടത്. ഇറാനിൽ അടുത്തിടെ നടന്ന പ്രതിഷേധങ്ങളിൽ 3117 പേർ കൊല്ലപ്പെട്ടതായി സമ്മതിച്ചിട്ടുണ്ട്. ഞായറാഴ്ച 2986 പേരുടെ പട്ടിക പ്രസിദ്ധീകരിച്ചു. അവരിൽ ഭൂരിഭാഗവും സുരക്ഷാ സേനയിലെ അംഗങ്ങളാണ്. എന്നാൽ അന്താരാഷ്ട്ര സംഘടനകൾ മരണസംഖ്യ വളരെ ഉയർന്നതായി കണക്കാക്കുന്നു. പ്രതിഷേധങ്ങൾ ആരംഭിച്ചതിനു ശേഷം US ആസ്ഥാനമായുള്ള ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ന്യൂസ് ഏജൻസി 6961 മരണങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നും കൂടുതലും പ്രതിഷേധക്കാരാണെന്നും 11630 കേസുകൾ അന്വേഷണത്തിലാണെന്നും പറയപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.